ഫോണാണോ ഇഷ്ടികയാണോ എന്ത് സാധനത്തെ കൈ കിട്ടിയിട്ടുണ്ട്. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഫോണിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഒരു ഫോൺ ഫ്ലിപ്കാർട്ടായി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് വരും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ അമ്മയുടെ ഫോൺ പോയി പിന്നെ വീണിട്ട് ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് നന്നാക്കി പിന്നെ ഇതേ കയ്യിൽ നിന്ന് വീണിട്ട് ഇപ്പോൾ ഇത് അനങ്ങുന്നില്ല. അപ്പോൾ ഇതിലാണ് പെങ്ങളെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇതിലായിരുന്നു നടക്കുന്നത്. ഇത് നന്നാക്കുന്നതല്ല വേറെ ഒന്ന് വാങ്ങിക്കാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ഇന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫ്ലിപ്കാർട്ട് വഴി. അപ്പോൾ അത് ഇന്ന് വരും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഡെലിവറി പോയി. ഇപ്പോൾ ഒരു 10 മിനിറ്റിൽ എത്തുമെന്ന് പറഞ്ഞു. ഫ്ലിപ്കാർട്ടാണ്, ഫോണാണോ ഇഷ്ടികയാണോ എന്താ വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഗൈസ്, ദേ വന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ സാധനത്തെ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഫോണാണോ എന്താണോ എന്ന്. ജസ്റ്റ് വെയിറ്റ്, നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഫോണിൻ്റെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫോൺ തന്നെയാണ്. അപ്പോൾ സാംസങ്ങിൻ്റെ F22 അല്ലേ, F22 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഫോണാണോ അതോ ഇഷ്ടികയാണോ എന്താണോ എന്ന്. ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം ഫോണിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ പ്രൈസ് കാണുന്നുണ്ട്. 14,999 ഇതിൻ്റെ പ്രൈസ് കാണുന്നത്. പിന്നെ നേരെ ബേക്കിൽ എടുത്തു കഴിഞ്ഞാൽ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 48 മെഗാ പിക്സൽ ക്യാമറ വരുന്നുണ്ട്. പിന്നെ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ 4 ക്യാമറയാണ്, 48, 8, 2, 2. പിന്നെ ഫ്രണ്ട് 13 മെഗാ പിക്സൽ. നമുക്ക് എന്തായാലും ഇത് തുറന്ന് നോക്കാം, ഫോൺ നോക്കാം. ഫോൺ തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് പുറത്തെടുക്കാം. അത് മാറ്റി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. ഇത് ചാർജറാണ് ഫസ്റ്റ് തന്നെ കാണുന്നത്. ഫോൺ എടുത്ത പാട് ഒരു ചാർജിങ് അഡാപ്റ്ററുണ്ട്, കേബിളും ഉണ്ട്. ഇത് C ടൈപ്പ് കേബിളാണ്, വൈറ്റ് കളർ. അപ്പോൾ നല്ല ക്വാളിറ്റി ചാർജർ കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് വേറെ എന്തൊക്കെയുള്ളത് നോക്കാം. പിന്നെ ഇത് നമ്മുടെ സിം ഇജക്റ്റ് ചെയ്യുന്ന നമ്മുടെ പിന്നുണ്ട്. സിം ഇടാനും എടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പിന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. അതിനകത്ത് കുറേ കടലാസും കാര്യങ്ങളൊക്കെ. ഇത് സാംസങ്ങിൻ്റെ വാറണ്ടി കാർഡും പിന്നെ യൂസർ മാനുവലുമാണ്. ഇതേ വാറണ്ടി കാർഡ് ഇത്, പിന്നെ യൂസർ മാനുവലുമാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. വേറെ എന്തൊക്കെയാണ് ഉള്ളത്? വേറെ ഒന്നും കാണുന്നില്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതേ ഫോണിത് നമുക്ക് ഇത് ഫോണിൻ്റെ സ്റ്റിക്കർ നമുക്കൊന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഫോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. സ്റ്റിക്കർ ആദ്യം നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് വരയ്ക്കാണ്. വാവ്, നല്ലൊരു ഡിസൈൻ കേട്ടോ. നല്ല രസമുണ്ട് കാണാനും, ഒരു ഫിനിഷിങ്. ക്യാമറ ഒക്കെ സ്ക്വയറിലാണ് വരുന്നത്. നല്ല രസമുണ്ട്. അത്യാവശ്യം കയ്യിലും കൊടുക്കുന്നു. പിന്നെ കുറച്ച് വെയിറ്റ് ഉണ്ട്. 6000 mAh ആയതുകൊണ്ട് അതിൻ്റെ ഒരു വെയിറ്റ് ഉണ്ട്. പിന്നെ നിങ്ങളിത് കണ്ടോ, ഒരു ലൈന് പോലെ അതിൻ്റെ പുറകിൽ നല്ല രസമാണ്, ഒരു തിളക്കമൊക്കെ ഉണ്ട്. അപ്പോൾ ഫോൺ ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതെ, നല്ലൊരു ഡിസൈനല്ലായിട്ട് ഇത് പുറകിലൊക്കെ നല്ലൊരു ഡിസൈനിങ് ആയിട്ട് വരുന്നത്. നല്ല കണ്ടില്ലേ, അത്യാവശ്യം നല്ല രസമുണ്ട്. ക്യാമറ ഒക്കെ നമുക്ക് ചതുരത്തിൽ സ്ക്വയറായിട്ട് അതിൻ്റെ താഴെ ഫ്ലാഷൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രസമുണ്ട്, നമ്മൾ ഐഫോണിൻ്റെ ഇതുപോലെ. പിന്നെ അതിൻ്റെ ബോഡിയും അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ, ഒരു ലൈന് പോലെ ഉണ്ട്, നല്ല ഉണ്ട് കാണാൻ. പിന്നെ അതിൻ്റെ മുന്നെടുത്ത് കഴിഞ്ഞാൽ ഇത് 13 മെഗാ പിക്സലാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. നമുക്ക് അതിൻ്റെയൊക്കെ ഫോട്ടോ നമുക്ക് എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ അതെ, താഴെ വരുന്നത് C ടൈപ്പ് ചാർജിങ്, പിന്നെ സ്പീക്കറും പിന്നെ അതിൻ്റെ അപ്പുറത്തെ ഓഡിയോ ജാക്കും, പിന്നെ ഒരു ചെറിയൊരു മൈക്രോഫോണും ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് വോളിയം ബട്ടണും ഉണ്ട്, പിന്നെ ലോക്കും ഉണ്ട്. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതെ, അവിടെ കണ്ടോ, ഒരു വോളിയം ബട്ടണും പിന്നെ അതേ സൈഡ് ഫിംഗർ ലോക്കും കൂടിയാണ്. അത് പ്രസ് ചെയ്താൽ ലോക്കാവും, പിന്നെ അവിടെ വിരൽ വെച്ചാൽ തന്നെ അൺലോക്ക് ആവുകയും ചെയ്യും. ഫിംഗറൊക്കെ ആഡ് ചെയ്തതാണ്. ഇത് നിങ്ങൾ തൊടുമ്പോൾ തന്നെ അൺലോക്ക് ആകുന്നത് വളരെ ഫാസ്റ്റായിട്ട് അത് അൺലോക്ക് ആകുന്നുണ്ട്. നല്ല കിടിലൻ സെൻസറാണെന്ന് തോന്നുന്നു. ഒന്നാമത് സാംസങ് ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡ് കമ്പനിയാണ്. അത് കണ്ടോ, വളരെ ഫാസ്റ്റായിട്ട് നമുക്കത് കിട്ടുന്നുണ്ട്.
ഓവറോൾ ഫോൺ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ സിമ്മും മെമ്മറി കാർഡൊക്കെ ഇടുന്നത്. അപ്പോൾ അത് 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഇടാം. അപ്പോൾ അതേ സൈഡിലാണ് അതിൻ്റെ ഇത്. പിന്നെ അത്യാവശ്യം ഫോൺ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. സാംസങ്ങിൻ്റെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഫീലിംഗ് ഉണ്ട്. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അതെ, ഞാനിവിടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ആ ഫോണിൽ നിന്നാണ് കാണുന്നത്. നമുക്ക് സൂം ചെയ്ത് നോക്കാം എത്രത്തോളം സൂമിങ് കിട്ടുന്നുണ്ട്, പിക്ചർ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ കണ്ടോ എത്രത്തോളം പിക്ചർ ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് തന്നെ ഇപ്പം മനസ്സിലാകുന്നുണ്ടോ. ഫോട്ടോ എന്തായാലും അടിപൊളിയാണ്. ഇത് ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ, സെൽഫി ആയിട്ട് എടുത്തതാണ്. ഇനി നമുക്ക് ബാക്ക് ക്യാമറ വന്നു കഴിഞ്ഞാൽ ഇത് നോക്കിക്കേ, നല്ലപോലെ സൂമിങ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ക്ലിയറും ഉണ്ട് അല്ലേ. അത്രയും സൂം ചെയ്തിട്ടുള്ളത്. നിങ്ങളെ ഫോട്ടോ തന്നെ ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്പം കാണുന്നതാണ് നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ടിൻ്റെ വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട് അല്ലേ, കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ക്വാളിറ്റിയാണ് ഫ്രണ്ട് ക്യാമറയ്ക്ക് ഈ ഒരു ക്വാളിറ്റി വരുന്നത്. ഫോട്ടോ നമ്മൾ നേരത്തെ കണ്ടു, ഇപ്പോൾ വീഡിയോ ക്വാളിറ്റിയാണ്. വീഡിയോ അത്യാവശ്യം കുഴപ്പമില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടോ അല്ലേ. 13 മെഗാ പിക്സലാണ് ഫ്രണ്ടിൽ. നമുക്ക് നെക്സ്റ്റ് ബാക്കത്തെ ഒന്ന് നോക്കാം. ഇതാണ് ബാക്കത്തെ ക്യാമറ. ബാക്കത്തെ ക്യാമറയും 48 മെഗാ പിക്സലാണ്. നിങ്ങൾ തന്നെ നോക്കി മനസ്സിലായിക്കോ എത്രത്തോളം ക്വാളിറ്റി കിട്ടുന്നുണ്ട് എന്ന്. നല്ലൊരു പിക്ചർ ക്വാളിറ്റി കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഗൈസ്, ഫോൺ കണ്ടല്ലോ, അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അതിന് 13 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ അതിന് MRP അതിൽ 16,999 വരുന്നത്. അപ്പോൾ ചില ഓഫറൊക്കെ കൂടിയിട്ടാണ് കിട്ടിയത്. പിന്നെ ഒന്നാമത് സാംസങ്ങിൻ്റെയാണ്. പിന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയൊക്കെയാണ്. പിന്നെ പിക്ചർ ക്വാളിറ്റി നിങ്ങൾ കണ്ടല്ലോ, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ വീഡിയോ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ ബാറ്ററി 6000 mAh ആണ്. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞത് ഡിസ്പ്ലേ ആണ്, AMOLED ആണ്. അപ്പം പ്രത്യേകിച്ച് ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി ഉണ്ട്. പിക്ചർ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് സൂം ചെയ്ത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അത്യാവശ്യം നല്ലൊരു പിക്ചർ ക്വാളിറ്റി ചോദിക്കുന്നുണ്ട്. പിന്നെ 4GB ആണ്, ഡുവൽ 4G ആണ്. അത്യാവശ്യം കുഴപ്പമില്ല അല്ലേ. എന്തായാലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കാര്യങ്ങളും വാങ്ങിക്കാൻ താല്പര്യമുണ്ട്, ജസ്റ്റ് ഫ്ലിപ്കാർട്ടിലൊന്ന് നോക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് പറയാൻ അറിയില്ല. അപ്പോൾ നിങ്ങളതിൻ്റെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാങ്ങിക്കുക. സ്റ്റൈലൊക്കെ നല്ലതുണ്ട്, പുതിയൊരു മോഡലായതുകൊണ്ട് തന്നെ ബാക്കിൽ തന്നെ ഒരു ലൈനൊക്കെ ആയിട്ടുള്ള അത്യാവശ്യം നല്ല റിസൾട്ട് കാണും പൊതുവെ. എന്തായാലും ഒരു മാസത്തെ ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.